chapter number 12, linear programming. എളുപ്പമാണ്. ഇതിൽ ഗ്രാഫിക്കൽ മെത്തേഡ് ഗ്രാഫ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ഇത് ഈ ചാപ്റ്ററിൽ നിന്നാണ്. ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ലീനിയർ പ്രോഗ്രാമിംഗ് ചാപ്റ്റർ നമ്പർ 12. സോ വാട്ട് ഈസ് ലീനിയർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, ഷോർട്ടായിട്ട് LPP എന്ന് പറയും. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, LPP. സോ വാട്ട് ഈസ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് സർട്ടൻ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ സം വേരിയബിൾസ് അതിൻ്റെ മാക്സിമം വാല്യൂ, അതായത് ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ ചോദ്യം ഉണ്ടായിരിക്കും. ബേസ്ഡ് ഓൺ സർട്ടൻ കണ്ടീഷൻസ് XY വേരിയബിൾസ് ഇൻവോൾവ് ഉണ്ടായിരിക്കാം. ഫംഗ്ഷൻ വിച്ച് ഇൻവോൾവ്സ് വേരിയബിൾസ്, ആ ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യാനോ മിനിമൈസ് ചെയ്യാനോ ഉള്ള വാല്യൂ കാണാനാണ് ചോദ്യം. റെസ്ട്രിക്റ്റഡ് ടു സർട്ടൻ കണ്ടീഷൻസ്, ചില കണ്ടീഷൻസ് വെച്ചിട്ടാണ് ആ ഫംഗ്ഷൻ പോകുന്നത്. ദ വേരിയബിൾ സാറ്റിസ്ഫൈസ് സർട്ടൻ കണ്ടീഷൻ. അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ കാണുന്ന പ്രോബ്ലം, അതിനാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് LPP? LPP consists of a problem, say example, maximize z is equal to 4x plus y subject to the constraints x plus y less than or equal to 50, 3x plus y less than or equal to 90, x greater than or equal to 0, y greater than or equal to 0. ഇതാണ് പ്രോബ്ലം. This is an example of a linear programming problem or LPP. അതായത് മാക്സിമൈസ്, അതായത് മാക്സിമം വാല്യൂ കാണാനാണ്. For the function z is equal to 4x plus y. z equal to 4x plus y എന്നുള്ള ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ കാണാനാണ് ചോദ്യം. സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്, സബ്ജക്ട് ടു ദ കണ്ടീഷൻസ്. കൺസ്ട്രെയിൻസ് മീൻസ് കണ്ടീഷൻസ്. എന്താണ് കണ്ടീഷൻസ്? ഇവിടെ XY ആണ് വേരിയബിൾസ്. ആ XY വേരിയബിൾസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് x plus y less than or equal to 50 is one condition. 3x plus y less than or equal to 90 is another condition. x greater than or equal to 0, y greater than or equal to 0. ഇതാണ് conditions. Based on these conditions, ഈ function z is equal to 4x plus y യുടെ maximum value കാണാനാണ് ചോദ്യം. ഇവിടെ ആ ഫംഗ്ഷൻ ഏത് ഫംഗ്ഷൻ്റെ ആണോ maximum or minimum value കാണേണ്ടത്, that is called the objective function of the LPP. Objective function. So the function to be maximized or minimized, ആ ഫംഗ്ഷനെയാണ് എന്ത് പറയുക അവിടെ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് LPP. അതായത് z is equal to 4x plus y ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. XY വേരിയബിൾസ് ആണെന്ന് നമുക്കറിയാം. അതിനെ പറയുന്നതാണ് ഡിസിഷൻ വേരിയബിൾസ്. XY are called the decision variables. ഡിസിഷൻ വേരിയബിൾസ്. ആ വേരിയബിൾസ് നമുക്ക് വെറുതെ അങ്ങോട്ട് XY എന്ന് പറഞ്ഞിട്ട് ആസ് സച്ച് നമുക്ക് ഓരോ വാല്യൂ കൊടുക്കാൻ പറ്റില്ല. ആ എക്സും വൈ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് ആണ്. ഇതിനെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുക, ഓർ കണ്ടീഷൻസ്. നൗ XY നമ്മൾ ഡിസിഷൻ വേരിയബിൾസ് എടുക്കുമ്പോൾ always it is non-negative variables, non-negative constraints. അതായത് x greater than or equal to 0, y greater than or equal to 0 is a must constraint for all the problem of the LPP. കാരണം XY വേരിയബിൾസ് എടുക്കുന്നത് എപ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് x greater than or equal to 0, y greater than or equal to 0 എല്ലാ LPPയുടെയും ഒരു കൺസ്ട്രെയിൻസ് ആയിട്ട് വരും. അതായത് എക്സ് നോൺ നെഗറ്റീവ്, വൈ നോൺ നെഗറ്റീവ് ആണ് അവിടെ മീൻ ചെയ്യണത്. ദാറ്റ് ഈസ് എ കമ്പൽസറി കൺസ്ട്രെയിൻറ്റ് ഫോർ ഓൾ ദി LPP പ്രോബ്ലം. സോ ദിസ് ഫോംസ് ആൻ LPP. ഇപ്പോൾ ഒരു LPP എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, XY ഡിസിഷൻ വേരിയബിൾസ് ഉണ്ടായിരിക്കാം. ആ ഡിസിഷൻ വേരിയബിൾസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സർട്ടൻ കണ്ടീഷൻസ്. ആൻഡ് ഓൾവേസ് വൺ പെർട്ടിക്കുലർ കൺസ്ട്രെയിൻറ്റ് ഈസ് x greater than or equal to 0, y greater than or equal to 0. ഇനി ഇതിൻ്റെ മാക്സിമം വാല്യൂ കാണാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഗ്രാഫിക്കൽ മെത്തേഡ് വിച്ച് ഈസ് കോൾഡ് കോർണർ പോയിന്റ് മെത്തേഡ്. കോർണർ point method. This is the method which we use to find the maximum value of this function.
So what is corner point method? Graphical method വെച്ചിട്ട് ഇതിൻ്റെ maximum value എങ്ങനെ കാണാമെന്നുള്ളതാണ് ഇനി നോക്കുന്നത്. So first we go for ആദ്യം ചെയ്യുന്നത് ഗ്രാഫിലെ ഈ കൺസ്ട്രെയിൻസിൻ്റെ ഗ്രാഫ് വർക്ക് ചെയ്യാം. ഇത് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് ലീനിയർ ഇനിക്വാളിറ്റീസ് ആണ് അല്ലേ, 11th പഠിക്കുന്നുണ്ട്. ടു ഡ്രോ ദ ഗ്രാഫ് ഓഫ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാളിറ്റീസ്. അത് വെച്ചിട്ട് ഈ കൺസ്ട്രെയിൻസിൻ്റെ ഗ്രാഫ് ആദ്യം വരച്ചിട്ട് ഫൈൻഡ് ദ കോമൺ region to all these constraints. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ കൺസ്ട്രെയിൻസിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. So what are the constraints here? The constraints are x plus y less than or equal to 50, 3x plus y less than or equal to 90, x greater than or equal to 0, y greater than or equal to 0. So consider the constraints. ഇത് സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാളിറ്റീസ് ആണ്, നമ്മൾ 11th പഠിക്കുന്നുണ്ട്. So draw the graph of that. So as such we draw in the graph the x and y axis with origin O. Right. ആദ്യത്തെ ഇനിക്വാളിറ്റി എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50യുടെ ഗ്രാഫ് വരയ്ക്കാൻ എങ്ങനെയാണ് ലീനിയർ ഇനിക്വാളിറ്റിയുടെ ഗ്രാഫ് വരയ്ക്കുക? വി കൺസിഡർ ഇറ്റ്സ് ഇക്വേഷൻ ഫസ്റ്റ്. അപ്പോൾ ആദ്യം ഇക്വേഷൻ കൺസിഡർ ചെയ്യണോ. സോ കൺസിഡർ എനി 2 പോയിന്റ്സ് അല്ലേ, എക്സ് വൈ. ആസ് യൂഷ്വൽ നമ്മൾ യൂഷ്വലി പോയിന്റ്സ് എക്സിന് 0 കൊടുക്കണോ, y-ന് 0 കൊടുക്കണോ. സോ വെൻ എക്സ് ഈസ് 0 y ഈസ് 50, വെൻ y ഈസ് 0 എക്സ് ഈസ് 50 അല്ലേ. എക്സ് 0 ആവുമ്പോൾ y 50 ആയി, y 0 ആവുമ്പോൾ എക്സ് 50 ആയി. സോ വാട്ട് ആർ ദ പോയിന്റ്സ് ഹിയർ? 0, 50 ആൻഡ് 50, 0 എന്നുള്ളതാണ് പോയിന്റ്. അത് ആ ഗ്രാഫിൽ നോട്ട് ചെയ്യുക. സോ ഇവിടെ ഗ്രാഫിക്കൽ ഇതല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ആ പോയിന്റ് മാത്രമാണ് കാണിക്കുന്നത്. സോ 0, 50 റെപ്രസെൻറ്റ്സ് ഹിയർ. എക്സ് 0 ആവുന്നത് വൈ ആക്സിസിൽ, വൈ 0 ആവുന്നത് എക്സ് 0 ആവുന്നത് വൈ ആക്സിസിൽ, വൈ 0 ആവുന്നത് എക്സ് ആക്സിസിൽ. സോ ലെറ്റ് ദിസ് ബി 50, 0. സോ ദിസ് ഈസ് ദി ഗ്രാഫ്. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ്, മിനിമം 2 പോയിന്റ്സ് കണ്ടാൽ മതി. നൗ വി ജോയിൻ ദിസ് യൂസിങ് എ straight line. So this is the graph of x plus y is equal to 50 എന്നുള്ളതിൻ്റെ ഗ്രാഫ് കിട്ടി. It is a straight line. Linear equation ആണ്, നമുക്കറിയാം. It will be a straight line. Now what will be its solution? അപ്പോൾ തന്നെ സൊല്യൂഷൻ കാണാം. അപ്പോൾ ഈ ഗ്രാഫ് divides it into 2 planes അല്ലേ, this half plane and this the other half plane. എങ്ങനെയാണ് സൊല്യൂഷൻ കാണുക? We consider a point in one of the region. യൂഷ്വലി ഒറിജിൻ എടുക്കുക, അപ്പോൾ അത് എളുപ്പമായിരിക്കും. അപ്പോൾ ഗ്രാഫ് എന്ന് പറയുന്നത് ഇനിക്വാളിറ്റി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണ്. സോ ഒറിജിൻ എടുത്തു. കൺസിഡർ എ പോയിന്റ്, ഈ റീജിയനിലെ ഒരു പോയിന്റ്. യൂഷ്വലി ഒറിജിൻ എടുക്കുക. ഒറിജിൻ എന്ന് പറയുന്നത് 0, 0. സോ 0 പ്ലസ് 0 വിച്ച് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. 0 ഈസ് ലെസ് ദാൻ 50 ട്രൂ ആണ്. അതുകൊണ്ട് ഏതായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ? ഇതാ, നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓർ കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്, ദിസ് ഇത്രയും പാർട്ടാണ് എന്ത് വരിക? സൊല്യൂഷൻ ആയിട്ട് വരിക. ഈ ഗ്രാഫിൻ്റെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് ഈ ഭാഗം മുഴുവൻ. ഓക്കെ, സോ ഫസ്റ്റ് ഗ്രാഫ് കഴിഞ്ഞു. നൗ കൺസിഡർ ദ നെക്സ്റ്റ് വൺ, 3x plus y less than or equal to 90. So 3x plus y less than or equal to 90 യുടെ ഗ്രാഫ് വരയ്ക്കണം. സോ കൺസിഡർ ഇറ്റ്സ് ഇക്വേഷൻ. സോ take any 2 points x y. x-ന് 0 കൊടുക്കാം, അപ്പോൾ y 90, y-ന് 0 കൊടുത്താൽ 3x equal to 90, അപ്പോൾ x is equal to 30 എന്ന് വരും. അപ്പോൾ പോയിന്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? 0, 90, then 30, 0. Here 50 ആണ്, so 30, 0 anyway here. Right. Then we have 0, 90. 0, 90 എന്ന് പറയുമ്പോൾ anyway here 0, 90. Right. So this is the graph. Now ഈ പോയിന്റ്സ് നമുക്ക് യോജിപ്പിക്കാം. So this is the graph of 3x plus y equal to 90 യുടെ ഗ്രാഫ് കിട്ടി. Now ഇതേപോലെ
സൊല്യൂഷൻ കാണണം. സൊല്യൂഷൻ കാണാനായിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90 ഒറിജിൻ എടുത്തു അല്ലേ. ഈ ഇപ്പോൾ വരച്ച ഗ്രാഫ് ഇതാ, ഇതിൻ്റെ ദിസ് ഈസ് വൺ റീജിയൻ, ദിസ് വിൽ ബി ദ അതർ റീജിയൻ. ഒറിജിൻ എടുക്കാം. ഒറിജിൻ എടുക്കുമ്പോൾ 0 + 0 0 ലെസ് ദാൻ 90 ട്രൂ ആണ് അല്ലേ. 0 is less than 90 ട്രൂ ആണ്. അപ്പോൾ ഇതിൻ്റെയും സൊല്യൂഷൻ എങ്ങോട്ടാണ് വരിക? ദിസ് ഇത്രയും ഭാഗം വരും. നൗ x greater than or equal to 0, y greater than or equal to 0. അതിൻ്റെ ഗ്രാഫ് യൂഷ്വലി കൺസിഡർ ചെയ്യണം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 ഏത് ലൈനാണ്? വൈ ആക്സിസ് ആണ്. എക്സ് 0 ആവണത് വൈ ആക്സിസിലാണ്. അപ്പോൾ ഇതാണ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഇത് വരും ഇവിടെ നിന്നുള്ളത് ഈ പോയിന്റ് നിറച്ച്. കാരണം ഇവിടെ അല്ലേ എക്സ് എല്ലാം പോസിറ്റീവ് വരുന്നത്. ഈ ഭാഗത്താണ് റൈറ്റ് സൈഡ് പോസിറ്റീവ് വരുന്നത്. വൈ ഈക്വൽ ടു 0 എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിലാണ് വൈ 0. അപ്പോൾ വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ വൈ പോസിറ്റീവ് വരുന്നത് എവിടെയാണ്? മേലോട്ട്. ഇനി എല്ലാം കൂടി കോമൺ ആയി വരുന്ന റീജിയൻ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഗ്രാഫ് വരച്ചതിൽ എല്ലാം കോമൺ ആയി വരുന്ന റീജിയൻ ദിസ് കംസ് ദിസ് സൈഡ് ടു ദിസ് സൈഡ്, ദിസ് അപ്വേർഡ്സ് ടു ദിസ് സൈഡ്. എല്ലാം വരുമ്പോൾ ഏതായിരിക്കും? ദിസ് വിൽ ബി ദ റിക്വയർഡ് കോമൺ റീജിയൻ ടു ഓൾ ദി കൺസ്ട്രെയിൻസ്. തന്നിരിക്കുന്ന കണ്ടീഷൻസ് പ്രകാരം എല്ലാത്തിനും കോമൺ ആയി വരുന്ന റീജിയൻ എന്ന് പറയുന്നത് ഈ റീജിയൻ ആണ്. ഹോപ്പ് സോ അണ്ടർസ്റ്റുഡ്. സോ ഇതിനെയാണ് LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. സെയിം വേ ഇവിടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ ഈ പാർട്ട് ഈ ഇത്രയും റീജിയനാണ് എന്ത് പറയുക? ഫീസിബിൾ റീജിയൻ ഓർ ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദി റിക്വയർഡ് LPP പ്രോബ്ലം. അപ്പോൾ നമ്മുടെ പ്രോബ്ലം മാക്സിമൈസ് Z ആയിരുന്നു ചോദ്യം. ആ സെഡിൻ്റെ മാക്സിമം വാല്യൂ ഈ റീജിയനിൽ കിടക്കുന്നതാണ് പറയണത്. നൗ ഈ റീജിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റ് പോയിന്റ്സ് വരും അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു മാക്സിമം ആ സെഡിൻ്റെ മാക്സിമം വാല്യൂ ഈ കണ്ടീഷൻസ് പ്രകാരം സാറ്റിസ്ഫൈ ചെയ്യുന്നത് എടുക്കാൻ it's more work because there are infinitely many points. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് we use the corner point. അതായത് കോർണേഴ്സ് മാർക്ക് ചെയ്യുക. ഈ റീജിയൻ്റെ കോർണേഴ്സ് മാർക്ക് ചെയ്യുക. which are the corners? A, B, C and this is D. So A, B, C, D is the required feasible region. ക്ലിയർ? ഇനി നമ്മൾ ചെയ്യുക, അപ്പോൾ കോർണേഴ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോർണേഴ്സിൻ്റെ പോയിന്റ് മാർക്ക് ചെയ്യുക. വാട്ട് ഈസ് എ? എ ഒറിജിൻ ആണ്. സോ 0, 0. ബി എന്ന് പറയുന്ന പോയിന്റ് ഓൾറെഡി 30,0 ആണ്. ഇനി ഡി എന്ന് പറയുന്ന പോയിന്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 0,50. ബട്ട് വാട്ട് ഈസ് സി? സി നമുക്ക് ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ ഡയറക്റ്റ്ലി ആ പോയിന്റ് കിട്ടാം. ഓർ എൽസ് ഹിയർ ദിസ് ഈസ് ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് ദീസ് 2 ലൈൻസ്. ഈ 2 ലൈൻസും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് 2 ലൈൻസിനും കോമൺ ആണ്. അതായത് ദ കോമൺ പോയിന്റ് ടു ദീസ് 2 ലൈൻസ്. അപ്പോൾ ആ 2 ലൈൻസ് എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്യുക. അപ്പോൾ x, y എന്നുള്ളത് കിട്ടും. ലോവർ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ഹൗ ടു സോൾവ് x, y, ഹൗ ടു ഫൈൻഡ് സോൾവ് ഇറ്റ്. അപ്പോൾ x + y = 50, 3x + y = 90. ഈ 2 ലൈൻസിൻ്റെ ആണ് ആ പോയിന്റ് കോമൺ ആയി വരുന്നത്. സോൾവ് ചെയ്യുക. എലിമിനേഷൻ മെത്തേഡ്. y നെഗറ്റീവ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ y ക്യാൻസൽ ആയി പോയി. 1 - 3 - 2x = -40, x = 20 എന്ന് വരും. -40, so x = 20. ഇനി x 20 കൊടുത്താൽ 20 + y = 50, so y = 30 എന്ന് വരും. So what is this point now? x എന്ന് പറയുന്നത് ആ c എന്ന് പറയുന്ന പോയിന്റ് x is 20, y is 30 എന്ന് വരും. സോ കോർണർ പോയിന്റ്സിൽ നമുക്ക് കോർണർ ഡയറക്ട്ലി ഫ്രം ദ ഗ്രാഫ് കിട്ടാം, അല്ലെങ്കിൽ ആ 2 ലൈൻസ് സോൾവ് ചെയ്യുക. ഇഫ് യു ആർ ഡൂയിങ് ഇൻ യർ നോട്ട്ബുക്ക് ആ 2 ലൈൻസ് സോൾവ് ചെയ്താൽ നമുക്ക് x, y എന്നുള്ള പോയിന്റ് കിട്ടി. അപ്പോൾ ആ കോർണർ, ആ ഫീസിബിൾ റീജിയൻ്റെ എല്ലാ കോർണേഴ്സും നമുക്ക് അറിഞ്ഞിരിക്കണം. ഫീസിബിൾ റീജിയൻ്റെ എല്ലാ കോർണേഴ്സിൻ്റെയും പോയിന്റ്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ A, B, C, D പോയിന്റ്സ് ആയി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ
ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഇറ്റ് ലൈസ് ഇൻ ദി കോർണർ എന്നാണ് പറയുന്നത്. ആൻഡ് ഫോർ ദാറ്റ് വി കൺസിഡർ ദ കോർണർ പോയിന്റ്. ഇനി അടുത്ത സ്റ്റെപ്പ് കോർണർ പോയിന്റ് എന്നൊരു വാല്യൂ z ഈസ് ഈക്വൽ ടു 4x പ്ലസ് y എന്നുള്ള ഫംഗ്ഷൻ. 4x പ്ലസ് y എന്നുള്ളതാണല്ലോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. z ഈസ് ഈക്വൽ ടു 4x പ്ലസ് y. കോർണർ പോയിന്റ്സ് എഴുതി വെക്കാം. വാട്ട് ആർ ദ കോർണർ പോയിന്റ്സ്? 0, 0, b 30, 0, c 20, 30, d and what is it? 0, 50. Now find the value of z at these corners. ഈ പോയിന്റ്സിൽ വെച്ചിട്ട് z ന്റെ വാല്യൂ കാണുക. z എന്താണെന്നുള്ളത് ഡിഫൈൻഡ് ആണ്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ 4x പ്ലസ് y. അതിൽ 4 ഇൻറ്റു 0 പ്ലസ് y, 4 ഇൻറ്റു 0 പ്ലസ് 0, 0. അടുത്തത് 30, 0. y 0 ആണ്, x 30 ആണ്. 4 ഇൻറ്റു 30 120 പ്ലസ് 0. അടുത്തത് 20, 30. x is 20, y is 30. 4 into 20, 80 plus y 30. So what you will get? 110. Next 0, 50. x 0, y 50 on. So 4 into 0 plus 50, which is 50. So these are the values, right? So ഈ z എന്നുള്ളത് ഈ കോർണറിലത്തെ വാല്യൂസ് ആണ് ഇപ്പോൾ എഴുതിയത്. ഇതിവിടെ നമുക്ക് ചോദ്യം എന്താ? മാക്സിമൈസ് z. മാക്സിമം വാല്യൂ ഓഫ് z ആണ്. z എവിടെയാ, ഏതിലാണ് മാക്സിമം ആവുന്നത്? 120 മാക്സിമം, isn't it? അപ്പോൾ z-ന്റെ വാല്യൂ മാക്സിമം ആവുന്നത് 120 ആണ്. എറ്റ് വാട്ട് പോയിന്റ്? 30, 0. അതായത് x 30യും y 0 ആവുമ്പോഴാണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ മാക്സിമം വാല്യൂവിലേക്ക് അറ്റൈൻ ചെയ്യണത് for the given constraints. This is the problem. ഇനി കൺക്ലൂഡ് ചെയ്യുക. Therefore maximum z is equal to 120 at x is equal to 30, y is equal to 0. x at x equal to 30, y equal to 0 or 30, 0, which is understood. So when x is 30, y is 0, തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമം എത്തുന്നുണ്ട്, അതിൻ്റെ വാല്യൂ ആണ് 120. This is the LPP. So LPP problem എന്ന് പറയുമ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. റിമൈനിങ് പ്രോബ്ലംസ് എല്ലാം ഇത്രയും തന്നെയാണ്. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കൺസ്ട്രെയിൻസിൻ്റെ ഗ്രാഫ് വരയ്ക്കുക, കൺസ്ട്രെയിൻസിൻ്റെ കോമൺ റീജിയൻ കണ്ടുപിടിക്കുക. ദാറ്റ് വിൽ ബി ദി ഫീസിബിൾ റീജിയൻ അല്ലെങ്കിൽ ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദി ഗീവൺ LPP പ്രോബ്ലം. ഇനി ചെയ്യേണ്ടത് കോർണേഴ്സ് മാർക്ക് ചെയ്യുക. കോർണേഴ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക, എല്ലാ കോർണേഴ്സിൻ്റെയും പോയിൻറ്റ്സ് അറിയണം. ആ പോയിൻറ്റ്സ് വെച്ച് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ കാണുക. ചോദ്യം മാക്സിമൈസ് ആണോ മിനിമൈസ് ആണോ എന്ന് നോക്കുക. മാക്സിമം ആണെങ്കിൽ മാക്സിമം വാല്യൂ എടുക്കുക, മിനിമം ആണെങ്കിൽ മിനിമം. കൺക്ലൂഡ് ബൈ റൈറ്റിംഗ് റെസ്പെക്റ്റീവ് മാക്സിമം ആൻഡ് ഓർ മിനിമം വാല്യൂ. ദാറ്റ് വിൽ ഗിവ് ദി പ്രോബ്ലം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ ഫീസിബിൾ റീജിയൻ ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്യുക, എല്ലാം കൂടി ഒരു റഫ് വർക്ക് പോലെ ആക്കാതെ നീറ്റായിട്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വർക്കിംഗ് കോളത്തിൽ ഇതിൻ്റെ റഫ് വർക്ക് ചെയ്തിട്ട് ഫെയർ ആക്കാവുന്നതാണ്. എങ്കിലും ഫീസിബിൾ റീജിയൻ മാത്രമാണ് LPP പ്രോബ്ലത്തിൽ കാണിക്കേണ്ടത്. ആൻഡ് സീ ദാറ്റ് യു ഷെയ്ഡ് ചെയ്യണം. ദാറ്റ്സ്